കാസർഗോഡ് മഞ്ചേശ്വരം ഓമഞ്ചൂരിൽ കാർ ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി ഒരു കുടുംബത്തിലെ 3 പേർക്ക് ദാരുണാന്ത്യം. കാസർഗോഡ് ബൈക്കട്ട സ്വദേശികളായ ജനാർദ്ദൻ, വരുൺ, കിഷൻ എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ ഒരാൾക്ക് ഗുരുതര പരുക്ക്. അമിത വേഗമാണ് അപകടത്തിന് കാരണമെന്ന് പോലീസ് അറിയിച്ചു. 10 മണിയോടെയാണ് മഞ്ചേശ്വരം ഹൊസങ്കടി ചെക്ക് പോസ്റ്റ് പരിസരത്തുള്ള ബ്രിഡ്ജിന് തൊട്ടടുത്താണ് ഈ ഒരു അപകടമുണ്ടായത്. സ്പീഡിൽ വന്ന ഒരു കാർ ഡിവൈഡർക്ക് അടിച്ചുകൊണ്ട് ബ്രിഡ്ജിൽ മറിയുകയും അവിടുന്ന് ഈ അപകടം സംഭവിക്കുമ്പോൾ കാറിലുണ്ടായിരുന്ന 4 പേരാണ്. ഒരു അച്ഛനും മകനും മറ്റൊരാളും 3 പേര് സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. ഒരാൾ സീരിയസ് ആണ്. അവർ ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മഞ്ചേശ്വരം പോലീസും ഫയർഫോഴ്സും സ്ഥലത്തേക്ക് എത്തി. സന്നദ്ധ പ്രവർത്തകരും ജനങ്ങളും സ്ഥലത്തേക്ക് എത്തി രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായി. അപ്പോൾ അച്ഛനും മകനും ഒരാളെ മംഗലാപുരത്തേക്ക് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്താണ് ഈ അപകടം സംഭവിച്ചത്. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ ഈ ദൃക്സാക്ഷി പറയുന്നതനുസരിച്ചാണെങ്കിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. ഇയാൾ ഈ കാറിൽ യാത്ര ചെയ്തവരുടെ ബന്ധു തന്നെയാണോ? ഇയാളുടെ ആരോഗ്യനില നിലവിൽ എങ്ങനെയാണ്? പ്രവിത, എല്ലാവരും ബന്ധുക്കളാണ്. ഇതിൽ ജനാർദ്ദയും ജനാർദ്ദയുടെ മകനുമാണ് ഒരു കുടുംബത്തിലെ 2 അംഗങ്ങളുള്ളത്. മറ്റ് കിഷൻ, അതുപോലെ തന്നെ ഗുരുതരമായി പരിക്കേറ്റ രത്തൻ എന്നിവരും ബന്ധുക്കളാണ്. ഈ കിഷനും രത്തനും കർണാടക ഉപ്പിലങ്ങാടി സ്വദേശികളാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ മരിച്ച 3 പേരുടെയും ജനാർദ്ദന, മകൻ ബായിക്കട്ട സ്വദേശി ജനാർദ്ദന, മകൻ വരുൺ, ഉപ്പിലങ്ങാടി സ്വദേശി കിഷൻ എന്നിവരുടെ മൃതദേഹങ്ങൾ മംഗൽപാടി താലൂക്ക് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. രത്തൻ ഗുരുതര പരിക്കുകളോടെ ഇപ്പോഴും മംഗലാപുരത്തെ ആശുപത്രിയിൽ കഴിയുകയാണ്. രാത്രി 10 മണിയോടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. കാറിന്റെ അമിത വേഗതയായിരുന്നു. ഈ റോഡിലുണ്ടായിരുന്ന ഡിവൈഡർ പെട്ടെന്ന് ഡ്രൈവർ കണ്ടില്ല. കിഷനാണ് വാഹനം ഓടിച്ചിരുന്നത്. ഡ്രൈവർ കണ്ടില്ല. ഈ ഡിവൈഡറിൽ തട്ടിയതിനു ശേഷം വാഹനം വെട്ടിച്ചപ്പോൾ വാഹനം ബ്രിഡ്ജിലേക്ക് മറിയുകയായിരുന്നു. കാർ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ഈ ആളുകൾ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീണ അവസ്ഥയിലായിരുന്നു. നാട്ടുകാരും അതുപോലെ തന്നെ പ്രദേശത്തുണ്ടായിരുന്ന ആളുകളൊക്കെ ഓടിക്കൂടിയപ്പോഴേക്കും ഈ 3 പേരുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു. അവരെ മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു. പക്ഷേ 3 പേരുടെയും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. രത്തനെ ഉടൻ തന്നെ മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കർണാടക ഉപ്പിലങ്ങാടി ഭാഗത്തേക്കാണ് ഇവർ പോയിരുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കിഷനെ യാത്രയാക്കുന്നതിന് വേണ്ടിയായിരുന്നു മറ്റു 4 പേർ കൂടി ചേർന്ന് പോയിരുന്നതെന്നാണ് പറയുന്നത്. കിഷനാണ് വാഹനം ഓടിച്ചിരുന്നത്. കാറ് അമിത വേഗതയിലായിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട്. പൂർണ്ണമായും വാഹനം തകർന്ന അവസ്ഥയിലാണ്. വാഹനം തകർന്ന് ചിന്നിച്ചിതറി പല ഭാഗത്തേക്കും തെറിച്ച അവസ്ഥയിലാണ്. അപ്പോൾ അത്രത്തോളം ആഘാതത്തിൽ ആ വാഹനം ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ഈ പ്രദേശത്ത് സ്ട്രീറ്റ് ലൈറ്റിന്റെ ഒരു കുറവുണ്ട്. അതാണ് ഈ ഡിവൈഡർ ഡ്രൈവർക്ക് കാണുന്നതിന് ബുദ്ധിമുട്ടുണ്ടായതെന്നും പറയുന്നുണ്ട്. ഇനി വാഹനത്തിലുണ്ടായിരുന്നവർ ഉറങ്ങിപ്പോയോ അതോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും പോലീസും ഫയർഫോഴ്സും ഒക്കെ സ്ഥലത്തെത്തിയാണ് ഈ പരിക്കേറ്റ ആളുകളെയും അതുപോലെ തന്നെ മരിച്ച ആളുകളെയും ഒക്കെ അവിടെ നിന്ന് മാറ്റിയിട്ടുള്ളത്. പ്രവിത. ശരി, അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്.